പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബെത്ലഹേം ടെലിവിഷനിലൂടെ റൈസ് അപ്പ് എന്ന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും യുവതിയുവാക്കൾക്കും സകല ദൈവമക്കൾക്കും കർത്താവിൻ്റെ കൃപയും സമാധാനം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ്. ടേക്ക് അപ്പ് ദ ചലഞ്ച്. ഗോഡ് ഹാസ് എ ചലഞ്ച് ഫോർ യു. വി ഹാവ് ടു ടേക്ക് അപ്പ് ദ ചലഞ്ച്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ചില ചലഞ്ചുകളെ നമുക്ക് നൽകുകയാണ്. എന്തിനാണ്? അത് ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലം, അതിലേക്കാണ് കർത്താവ് നമ്മെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിന്, ദൈവപുത്രനായ യേശുവിന് ദൈവപിതാവ് വലിയ ഒരു ചലഞ്ച് കൊടുക്കുകയാണ്. എന്താണ്? ദൈവമക്കളെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് ഒരു ബലിയായി മാറി അവരെ രക്ഷാകരമായ തൻ്റെ പദ്ധതിയിലേക്ക് നയിക്കുക. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മൻ്റെ ശക്തിയാൽ ആ ദൗത്യം പരിപൂർണമായി നിർവഹിച്ചു. യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ സാത്താൻ്റെ കോട്ടകൾ തകർന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ദൈവപിതാവിൻ്റെ വലത്തുഭാഗത്ത് വിജയത്തിൻ്റെ മഹത്വത്തോടെ കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുമ്പോൾ കർത്താവ് ദൈവമക്കളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റെടുത്ത ഈ ചലഞ്ച്, ഇതുപോലെ തന്നെയുള്ള ചലഞ്ചുകളെ ഏറ്റെടുക്കുവാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? അവർക്ക് ഉള്ളതാണ് ഈ മഹത്വത്തിൻ്റെ കിരീടം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബൈബിൾ മുഴുവനും ഇപ്രകാരമുള്ള ചില ദൗത്യങ്ങൾ, ചില വെല്ലുവിളികൾ ദൈവമക്കൾക്കായി കൊടുത്ത് കർത്താവ് അവരെ പണിതുയർത്തുകയായിരുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പുറപ്പാട് 3:10 ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ നീ വിടുവിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ടവർ, ഇത് വലിയ ഒരു ദൗത്യമായിരുന്നു. മോശ പറഞ്ഞു, കർത്താവ്, ഞാൻ വിക്കനാണ്, എനിക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്. കർത്താവ് അവന് തൻ്റെ ആത്മാവിനെ നൽകി. കർത്താവ് മോശയെ ശക്തിപ്പെടുത്തി, ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. വലിയ ഭയമുള്ള വിക്കനായിരുന്ന, വലിയ മുൻചാണ്ഡ്യമുണ്ടായിരുന്ന ആ മോശയെ കർത്താവ് രൂപാന്തരപ്പെടുത്തി തൻ്റെ മിഷന് വേണ്ടി ഒരുക്കി. ആ ചലഞ്ച് മോശ ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വന്ന ജോഷുവ, കർത്താവ് ജോഷുവോട് പറഞ്ഞു, ജോഷുവ 1:2, ഇതാ മോശ മരിച്ചു, നീയാണ് ഇസ്രായേൽ ജനത്തെ ഇതാ കനാൻ ദേശത്തേക്ക് നയിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ശേഷം ജോഷുവ ഭയപ്പെട്ടു പോയപ്പോൾ കർത്താവ് ജോഷുവോട് പറഞ്ഞു, ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യുന്നത് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ജോഷിക്ക് മാത്രമുള്ള വാഗ്ദാനമല്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന സകല മക്കൾക്കുള്ള വാഗ്ദാനമാണത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു ദൗത്യം നൽകി, ഒരു ചലഞ്ച് നൽകി. കർത്താവ് നമ്മെ ഒറ്റയ്ക്ക് വിടുന്നില്ല. കർത്താവ് നമ്മെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭയപ്പെട്ടു പോകരുത്. പരിശുദ്ധ അമ്മയ്ക്ക് കർത്താവ് ഒരു ദൗത്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ സ്വയം സമർപ്പിക്കപ്പോൾ, പരിശുദ്ധമ്മ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ദൗത്യത്തിന് ആവശ്യമുള്ള ദൈവകൃപ അവളിലേക്ക് അധികമായി ഇറങ്ങി വന്നു. മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി രൂപാന്തരപ്പെട്ടു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പെന്തക്കൊസ്തയിലും പരിശുദ്ധ അമ്മ ആ അഭിഷേകത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. എന്താണ് കാരണം? ആ ദൗത്യം സ്വീകരിക്കാനുള്ള ദൈവകൃപ അവൾ കർത്താവിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ അനേകം വ്യക്തികൾ, പ്രിയപ്പെട്ടവരെ, ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. എന്നാൽ അനേകം വ്യക്തികൾ ഇതിൽ പരാജയപ്പെട്ടു പോയി. യൂദാസിന് കർത്താവ് ഒരു വലിയ ചലഞ്ച് കൊടുത്തു. പ്രിയപ്പെട്ടവർ, എന്നാൽ അവൻ അതിൽ പരാജയപ്പെട്ടു പോയി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ കുടുംബസ്ഥർക്ക്, ഓരോ യുവതി യുവാക്കൾക്ക്, യുവജനങ്ങൾക്ക്, പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സകല ശുശ്രൂഷകർക്ക് കർത്താവ് ചില ചലഞ്ചുകൾ നൽകുന്നുണ്ട്. ഈ ചലഞ്ച് നമ്മൾ എപ്രകാരം നമ്മൾ കർത്താവിന് വേണ്ടി വിജയിക്കുന്നുണ്ടോ, അവിടെയാണ് അഭിഷേകമുള്ളത്, അവിടെയാണ് പ്രതിഫലമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിലേക്കാണ് കർത്താവ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചലഞ്ച് നമുക്ക് സ്വീകരിക്കാം. പരാജയപ്പെട്ടു പോകരുത്. കാരണം ഇത് ഒരു വലിയ ഓട്ട മത്സരമാണ്, നിത്യതയിലേക്കുള്ള ഒരു ഓട്ട മത്സരം. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കൂട്ടായ്മയുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു യുവാവ്, നല്ല പ്രാർത്ഥനയുള്ള വ്യക്തി, നല്ല ജാഗരണയും
നല്ല പ്രാർത്ഥനയുള്ള വ്യക്തി, നല്ല അഭിഷേകമുള്ള വ്യക്തി അങ്ങനെ പ്രാർത്ഥനയിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവ് ഓരോ വിവാഹ ജീവിതത്തിലൂടെയും നമുക്കൊരു ദൗത്യം നൽകുന്നുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ഇതൊരു ദൗത്യമാണ്. എന്നാൽ ഇന്ന് അനേകം കുടുംബങ്ങൾ തകരാൻ എന്താണ് കാരണം? അവർ ദൗത്യത്തെ മറന്നു കളയുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾ ആ ദൗത്യം ഏറ്റെടുത്തു. അതുകൊണ്ട് എത്രയോ വിശുദ്ധാത്മാക്കൾ ആ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്നു. ഇന്ന് അനേകം കുടുംബങ്ങൾ ദൗത്യം മറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുവാവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ദൗത്യം നൽകുകയാണ്. അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു പ്രിയപ്പെട്ടവരെ. ആദ്യ രാത്രി തന്നെ ഈ യുവാവ് തിരിച്ചറിയുകയാണ് എന്താണ് താൻ ജീവിത പങ്കാളിയായി സ്വീകരിച്ച വ്യക്തി, കർത്താവ് എനിക്ക് ജീവിത പങ്കാളിയായി നൽകിയ ഈ സഹോദരിക്ക് ദാമ്പത്യ ധർമ്മം ചെയ്യാൻ താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, ആ സഹോദരിക്ക് കുട്ടികൾ ജനിക്കുന്നത് ഇഷ്ടമല്ല. ഒരു പുരുഷൻ ആ സഹോദരിയെ ഒന്ന് സ്പർശിക്കുന്നത് പോലും താല്പര്യമില്ല. പ്രിയപ്പെട്ടവർ, എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകും? ഈ സഹോദരൻ പൊട്ടിത്തകർന്നു പോയി. ഈ സഹോദരൻ ജീവിതം തന്നെ വല്ലാത്ത വേദനയുടെ അവസ്ഥയിലാണ്. പലപ്പോഴും ഇപ്രകാരം ചിന്തിച്ച്, കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി നിലകൊണ്ട മകനാണ്, അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മകനാണ്, എന്തുകൊണ്ട് എനിക്ക് ഇപ്രകാരം വലിയൊരു വേദന സമ്മാനിച്ചു? കർത്താവ് നിശബ്ദനായി ആ സഹോദരൻ സംസാരിച്ചു, മോനെ, ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. നീ ഇതിൽ പരാജയപ്പെട്ടാൽ നിന്റെ ജീവിതം മുഴുവൻ പരാജയമായിരിക്കും. എന്നാൽ നീ ഒറ്റയ്ക്കല്ല. ഈ സഹോദരൻ കൂട്ടായ്മയോട് തൻ്റെ വേദനകളെല്ലാം പങ്കുവെച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഇതാരോടും പങ്കുവെക്കാൻ പറ്റില്ല. മാതാപിതാക്കളോട് പങ്കുവെച്ചാൽ അടുത്ത സ്റ്റെപ്പ് ഡൈവോഴ്സ് ആണ്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോടും പറയാൻ പറ്റില്ല. അതുപോലെ വേദനയിലായിരിക്കും അവർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ട അന്തോണി ചേട്ടൻ എന്ന പ്രവാചകാത്മാവുള്ള ഒരു സഹോദരിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിച്ചത്? പൊന്നുമോനെ, ഇത് കർത്താവ് നിനക്ക് വിജയമാക്കി മാറ്റും. നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. നീ പിടിച്ചു നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവ് നമുക്കൊരു വേദന അനുവദിക്കുന്നെങ്കിൽ അതിനപ്പുറത്തൊരു മഹത്വവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അനേകർ ഇന്ന് കാണുന്നത് പ്രതിസന്ധിയെ മാത്രമാണ്, വേദനയെ മാത്രമാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ള മഹത്വത്തെ കാണാൻ നമുക്ക് സാധിച്ചാൽ അത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഈ സഹോദരനെ ശക്തിപ്പെടുത്തി. അങ്ങനെ 3 മാസം കടന്നുപോയി. സഹനമുണ്ട്, വേദനയുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ അവസാനം 3-ാം മാസത്തിലേക്ക് കടന്നു. അന്ന് ദിവസം രാത്രിയിൽ ഈ സഹോദരൻ പറയാണ്, ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് സ്നേഹത്തോടെ കൈകൾ വെച്ചു. ഈ സമയത്ത് ഈ പെൺകുട്ടി പറയാണ്, എന്തിനാണ് എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത്? എനിക്ക് താല്പര്യമില്ല. ഈ സഹോദരൻ പറയാണ്, എൻ്റെ ഹൃദയത്തിലൂടെ വലിയൊരു വേദന കടന്നുപോയി, എനിക്ക് ഒരു അടി കൊടുത്താലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായി. സമയം അടിക്കാൻ ഓങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആ വ്യക്തി കേട്ട കാര്യം ഓർത്തു. എന്താണ്? നീ ഒരിക്കലും നിന്റെ ജീവിത പങ്കാളിയെ മർദ്ദിക്കരുത്. നീ കീഴടങ്ങുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, സഹോദരൻ എന്ത് ചെയ്യുന്നറിയോ? അപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ കാൽക്കൽ വീണു. പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഈ പെൺകുട്ടിക്ക് യാതൊരു കൂസലുമില്ല. ആ സഹോദരി, ഈ പെൺകുട്ടി വീണ്ടും പോയി കിടന്നുറങ്ങി. എന്നാൽ ഈ സഹോദരൻ ഉറങ്ങിയില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് നൽകുന്ന ദൗത്യം ചെയ്യാനുള്ള അഭിഷേകം. ആ സഹോദരൻ മുട്ടുമേ നിന്ന് ആ ബെഡ്റൂമിൽ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്നറിയ പ്രിയപ്പെട്ടവരെ? 3 മണി സമയം ഈ പെൺകുട്ടി ഉറക്കത്തിന് എഴുന്നേറ്റു. ഈ സഹോദരൻ കേൾക്കുകയാണ്. ആ സഹോദരി പൊട്ടി കരയാണ്. അവൾ എഴുന്നേറ്റ് വന്നു. ഈ സഹോദരൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു, എനിക്കൊത്തിരി കുറവുകളുണ്ട്, എന്നെ ഒന്ന് സഹായിക്കൂ. അവളുടെ ഹൃദയം തുറക്കപ്പെട്ടു. സാത്താൻ വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന അവളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. അന്ന് രാത്രിയിൽ അവളിൽ നിന്ന് തിന്മ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ അവർ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ആ കുടുംബത്തിന് കർത്താവ് 4 മക്കളെ ദാനമായി നൽകി അനുഗ്രഹിച്ചു. ഇന്ന് അവർ ഒരുമിച്ച് കുടുംബമായി സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ദൗത്യമാണ്. ഇന്ന് അനേകം വ്യക്തികൾ കർത്താവ് നൽകുന്ന ചില വെല്ലുവിളികളിൽ പരാജയപ്പെട്ട് സാത്താൻ്റെ അടിമകളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും ആത്മഹത്യ ചിന്തയിലും
തകർച്ചയിലും പെട്ട് അനേകം വ്യക്തികൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ലോകം നൽകുന്നു ഒരു സന്ദേശമുണ്ട്. എന്താണ്? നീ ഒരിക്കലും വെല്ലുവിളി ഏറ്റെടുക്കരുത്. എന്നാൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് നൽകുന്നതുണ്ട് ഒരു പ്രധാനപ്പെട്ട സന്ദേശം. ഇതാണ്: മോശയും ജോഷുവയും ദാനിയേലും ദാവീദും ഏറ്റെടുത്ത ഒരു വെല്ലുവിളിയുണ്ട്. പരിശുദ്ധ അമ്മയും പൗലോസും പത്രോസും ഏറ്റെടുത്ത ഒരു വെല്ലുവിളിയുണ്ട്. യേശു പൂർത്തീകരിച്ച ഒരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമുക്കും കർത്താവ് നൽകുന്നു. വ്യത്യസ്തമായ രീതിയിലായിരിക്കും മാത്രമുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. ഞാൻ ഈ ദൗത്യത്തിൽ ഞാൻ ഒരിക്കലും വീണു പോകുകയില്ല. കർത്താവിൻ്റെ അഭിഷേകം എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വിജയിക്കും. സംഗീതത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായം 28-29 വാക്യങ്ങൾ: കർത്താവിൻ്റെ ദീപം കൊളുത്തുന്നു, കർത്താവിൻ്റെ അന്ധകാരം അകറ്റുന്നു, കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യരെ ഭേദിക്കും, കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ മുന്നിൽ ഒരു കോട്ടയുണ്ട്. ലോകത്തിൻ്റെ ശക്തി കൊണ്ട് ആ കോട്ട ചാടിക്കടക്കാമെന്ന് വിചാരിക്കരുത്. ബുദ്ധി കൊണ്ട് മാത്രം അത് സംഭവിക്കില്ല. അറിവ് കൊണ്ട് മാത്രം സംഭവിക്കില്ല. പണം കൊണ്ട് മാത്രം സംഭവിക്കില്ല. ഇതിലേക്ക് അഭിഷേകം വരുമ്പോൾ അവിടെയാണ് ദൈവകൃപ ശക്തമായി നമ്മിൽ വെളിപ്പെടുന്നതും ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി നമുക്ക് മുന്നേറാൻ സാധിക്കുന്നത്. അവിടെ അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കുണ്ടായിരിക്കും, അവിടെ നന്മകളുണ്ടായിരിക്കും, അവിടെ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് പരാജയപ്പെട്ട വ്യക്തികളല്ല നമ്മുടെ മുന്നിലുള്ളത്. വിജയത്തോടെ കർത്താവിന് വേണ്ടി മുന്നേറിയ വ്യക്തികൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെ നോക്കി നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന വ്യക്തികൾ ഓർക്കുക, ഇത് നമുക്കുള്ള കർത്താവിൻ്റെ സന്ദേശമാണ്. അനേകർക്ക് ഇത് ഷെയർ ചെയ്യുക. അനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ പങ്കുവയ്ക്കുക. കർത്താവ് നമുക്കൊരുമിച്ച് സുവിശേഷ വേലയിൽ മുന്നേറാം. കർത്താവിൻ്റെ സമൃദ്ധമായ അഭിഷേകം കൃപയും നമ്മുടെ കുടുംബത്തോടൊപ്പം വ്യക്തിജീവിതത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.